ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള രണ്ട് വെറൈറ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധാരണ മിക്സിയും സ്പൂണും ഗോതമ്പ് മാവും മാത്രം മതി. വളരെ സിമ്പിളായിട്ട് രണ്ട് വെറൈറ്റി ആയിട്ട്, അതായത് പുറത്തുനിന്ന് ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന കപ്പ് കേക്ക് എല്ലാം നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെ ഇഡ്ഡലി പാത്രത്തിലും അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലും സ്പൂണ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് വരുന്നൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അവിടെയൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 6 ടേബിൾ സ്പൂണോളം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന എല്ലാം സ്പൂൺ വെച്ചിട്ടാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ, അതേ ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ പാലെടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് തണുപ്പില്ലാത്ത ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുപ്പോട് കൂടെ എടുത്ത് ചേർക്കരുത്. അപ്പോൾ തണുപ്പില്ലാത്ത ഒരു മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ക്രീമി രൂപത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നല്ല ക്രീം രൂപത്തിൽ നമ്മൾ ആ ഒരു മുട്ടയും പഞ്ചസാരയും പാലും എണ്ണയും ഒക്കെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവും ഈ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു 7-8 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് അല്ലാന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യരുത്, പതുക്കെ മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഈ ഒരു കേക്കിന് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, നമുക്ക് 2 ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഒരേ അളവിൽ 2 ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു ബൗൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ടേബിൾ സ്പൂൺ, ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അതിന് തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഈ ഒരു മാർബിൾ കേക്ക് എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ് വാനില ഒരു കോമ്പിനേഷൻ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് വേണ്ടുന്ന ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എണ്ണയോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. നമ്മളത് ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനിലയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ആ ഒരു ചോക്ലേറ്റ് ബാറ്റർ, അതായത് കൊക്കോ പൗഡർ ചേർത്ത ആ ഒരു ബാറ്റർ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇനി അടുത്ത് വാനിലയുടെ നമ്മൾ ഒഴിച്ചു വെച്ച ആ ഒരു ബാറ്റർ, അങ്ങനെ വാനില, ചോക്ലേറ്റ് അല്ലെങ്കിൽ കൊക്കോ പൗഡർ മിക്സ്, അങ്ങനെ ഓരോ ലെയറായിട്ട് തട്ടായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വെച്ചത് വാനിലയാണ് ബേസിൽ വെച്ചത്. ഇനി നമ്മൾ ചെയ്യുന്ന ആ ഒരു 2 തട്ടിലെ കേക്കിൽ അടിയിൽ നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാം. അപ്പം താഴ്ഭാഗത്ത് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാറ്റർ എല്ലാം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് താഴ്ത്തി തന്നെ, ഒന്ന് അമർത്തി തന്നെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഗീവ് അവേയിൽ പ്രൈസ് എല്ലാ മാസവും 2 വിന്നേഴ്സിനെ വെച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഇലക്ട്രിക് ബീറ്ററും, സെക്കൻഡ് പ്രൈസ് നമ്മുടെ കേക്ക് ടിൻ ഉണ്ടല്ലോ, 3 കേക്ക് ടിന്നുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു തട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ തട്ട് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. കറക്റ്റ് ഒരു 10 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു 9 മിനിറ്റൊക്കെ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് തട്ടിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്കാണ് അല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. സാധാരണ നമ്മൾ ഗോതമ്പ് മാവ് വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഇളക്കി എടുക്കാനായിട്ട് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. വളരെ സിമ്പിളാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് 8-10 മിനിറ്റ് കൊണ്ട് മാത്രം നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു മാർബിൾ കപ്പ് കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പിയാണ് ചോക്ലേറ്റ് കപ്പ് കേക്ക്. സാധാരണ സ്റ്റീൽ കപ്പിലാണ് ചെയ്തെടുക്കുന്നത്, അതും ഗോതമ്പ് മാവ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതുപോലുള്ള നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന സാധാരണ ഒരു സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് കപ്പ് കേക്ക് ചെയ്യുന്നതും. ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം എടുക്കുന്നത്. അപ്പം മെഷർമെൻറ്റ് കപ്പ് ഒന്നും വേണ്ട, നമ്മൾ എടുക്കുന്ന ഈ ഒരു കപ്പ് വെച്ചിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കി നമുക്ക് മെഷർമെൻറ്റും എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മിക്സിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് സാധാരണ ഗോതമ്പ് മാവുണ്ടല്ലോ, ഗോതമ്പ് പൊടി, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിച്ചിട്ടൊന്നും അല്ല എടുത്തിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് നമ്മൾ സാധാരണ മാവ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ, അതായത് നമുക്ക് വേണമെങ്കിൽ പാം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു 1/4 കപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചോക്ലേറ്റ് വീറ്റ് കേക്ക് ആയതുകൊണ്ടാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ടയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം സൈസുള്ള ഒരു മുട്ടയാണ്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. ഇനി നമുക്ക് സാധാരണ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്ന പോലെ ഒരു 30 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് സമയം അടിച്ചെടുക്കണ്ട, ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട്, അതായത് കറക്റ്റ് കട്ടിയിൽ തന്നെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ അപ്പക്കാരം അല്ലെങ്കിൽ ബൈകാർബണേറ്റോ സോഡ എന്നൊക്കെ പറയും, അത് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും ഇളക്കി യോജിപ്പിക്കേണ്ട, അപ്പോൾ കേക്ക് സോഫ്റ്റ് അതൊക്കെ അങ്ങ് പോയി കട്ടിയായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന കപ്പിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 ഒരേ അളവിലുള്ള കപ്പല്ല കേട്ടോ, എൻ്റെ ഈ അളവിലുള്ള കപ്പുകളേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കപ്പിലോട്ട് മാറ്റുന്നതിന് മുന്നേ ഒന്ന് എണ്ണ തടയി കൊടുക്കുക. എണ്ണയോ ബട്ടറോ നെയ്യോ എന്താണോ ഉള്ളത് അത് ജസ്റ്റ് ഈ ഒരു കപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം പെട്ടെന്ന് ഈ ഒരു കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണയെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ പകുതിയോളം അല്ലെങ്കിൽ ആ കപ്പിൻ്റെ പകുതിയിൽ താഴ്ന്ന് വേണം നമ്മൾ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കേക്ക് ഒരുപാട് ചിലപ്പോൾ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഒരു സോസ് പാനിൽ ഒരു തട്ട് വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഡയറക്റ്റായിട്ട് കപ്പ് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു കപ്പ് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ നിറച്ച് ആ കപ്പ് എടുത്ത് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം സൈഡിൽ ഒന്നും കൈയൊന്നും തട്ടാതെ വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നല്ലതുപോലെ മനസ്സിലാവും നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് പുറത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം, പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊന്നും അധികം മാറിയിട്ടില്ല, പക്ഷേ സൈഡൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, കേക്ക് കപ്പിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുറ്റും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും ഇത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ബേക്കിംഗ് പൗഡറൊന്നും എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും കാണണമെന്നില്ല, പക്ഷേ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ അപ്പക്കാരം എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. പിന്നെ ഒരു മുട്ടയും എന്തായാലും കാണും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സ്പോഞ്ചി ആയിട്ടുള്ള കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.